പക്വത എത്തും മുൻപ് ഒരു കുരുന്നിനും അമ്മ നഷ്ടമാവരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി എഫ്ആർഎട്ടൻ ഈ കഥ തുടങ്ങുകയാണ്. ആരായിരുന്നു പഞ്ചുകുരങ്ങ്? ഓരോ മനുഷ്യ ഹൃദയവും പിടിച്ചു കുലുക്കിയ ആ കഥ ഇങ്ങനെ. അലിവുള്ളൊരു കണ്ണു നിറച്ചൊരു കഥ പറയാം, ഞാൻ കഥ പറയാം. മലയാളി നെഞ്ചിന് നൊന്തൊരു കഥ പറയാം, ഞാൻ കഥ പറയാം. എഫ്ആർഎട്ടൻ എന്നൊരു കാഥികൻ കഥ പറയാം, ഞാൻ കഥ പറയാം. എഫ്ആർഎട്ടൻ എന്നൊരു കാഥികൻ കഥ പറയാം, ഞാൻ കഥ പറയാം. കഥയുടെ വാതിൽ പൂർണ്ണമായും തുറക്കും മുൻപ് എഫ്ആർഎട്ടന്റെ നെഞ്ചിൽ ഗുരുസ്ഥാനത്ത് അന്നും ഇന്നും എന്നും കാണുന്ന എഫ്ആർഎട്ടന്റെ പ്രിയ കലാകാരന്മാരായ VD രാജപ്പൻ സാറിനെയും എഫ്ആർഎട്ടന്റെ മനസ്സിൽ ഒരിക്കലും മണയാത്ത വിളക്കായ കലാഭവൻ മണിച്ചേട്ടനെയും നാദിർ ഷാ ദിലീപ് തുടങ്ങിയ എഫ്ആർഎട്ടന്റെ പ്രിയ കലാകാരന്മാരെയും ഇന്ന് കഥാപ്രസംഗ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന മറ്റ് എല്ലാ കലാകാരന്മാരെയും മനസ്സിൽ സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് എഫ്ആർഎട്ടൻ ഈ കഥ ഇവിടെ തുടങ്ങുകയാണ്. തകരുന്ന മനസ്സിന് ശാന്തിയേകാൻ ചിരിക്കാൻ കൊതിക്കാത്ത മനുഷ്യരില്ല. ചിരി പടരും ഹാസ്യത്തിൻ വേരുറപ്പിച്ച ഹാസ്യ രാജാക്കന്മാരെ വണക്കം 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 വണക്കം. ആരായിരുന്നു എഫ്ആർഎട്ടൻ? സോറി, അതങ്ങനെയല്ല. അത് നിങ്ങൾ യൂട്യൂബിൽ FR ഫൺ ബോക്സ് എന്ന് യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ കിട്ടും. പക്ഷെ എഫ്ആർഎട്ടൻ പറയുന്ന കഥ ഇതാണ്. ആരായിരുന്നു പഞ്ച് കുഞ്ഞു കുരങ്ങ് ആരായിരുന്നു? ആ കഥയാണ് എഫ്ആർഎട്ടൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. പഞ്ച് എന്ന പിഞ്ചു കുരങ്ങനെ പ്രസവിച്ച ഉടനെ അവന്റെ അമ്മയിൽ നിന്നും ആ കുരങ്ങനെ അകറ്റി നിർത്താൻ തുടങ്ങി. ആ പിഞ്ചു കുരങ്ങിന്റെ കൈകാലുകൾ വലിച്ച് മണ്ണിലൂടെ ഉരുട്ടുകയും കറക്കുകയും ചെയ്തു. ഭാവിട്ട് കറഞ്ഞു ആ പഞ്ച് എന്ന ആ പിഞ്ചു കുരങ്ങ്. പൂർണ്ണമായും വളർച്ചയെത്താത്ത ആ പഞ്ച് എന്ന പിഞ്ചു കുരങ്ങന്റെ തലക്കെട്ട് നിരന്തരം അടിച്ച് വേദനിപ്പിച്ച് നിലവിളിച്ച് കരയാൻ തുടങ്ങിയ ആ പഞ്ച് എന്ന പിഞ്ചു കുഞ്ഞ്. ആരാണ് ഈ ഡയലോഗ് ചെയ്തത്? ഒന്ന് മാറ്റി തന്നാൽ കുഴപ്പമില്ലായിരുന്നു. കഥ ഇങ്ങനെയാണ്. ആ കുഞ്ഞു കുരങ്ങന്റെ വേദനയും കണ്ട് ഓരോ മനുഷ്യ സ്ത്രീയും നെഞ്ചകം പൊട്ടിക്കരഞ്ഞു. മനസ്സലിവുള്ള ഓരോ ഹൃദയങ്ങളും പൊട്ടിക്കരഞ്ഞു. ആ പിഞ്ചു കുരങ്ങനെ ഇത്രയും ദ്രോഹിക്കാൻ എന്തായിരിക്കും ആ അമ്മ ഇങ്ങനെ ചെയ്യാൻ കാരണം? എന്തായിരിക്കും? മാനവലോകം ഓരോ റീലും കണ്ട് മിഴി നിമിഷങ്ങൾ. ആ കുരങ്ങനെ പ്രസവിച്ച ഉടനെ ആ അമ്മ കുരങ്ങിന്റെ മാനസിക സമനില തെറ്റിയത്രേ. ആ അമ്മക്ക് ഭ്രാന്താണത്രേ, ഭ്രാന്ത്. നാളുകൾ ഒത്തിരി കടന്നുപോയില്ല. ആ അമ്മ കുരങ്ങ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. എന്നെ കൊന്നാലും തല്ലിയാലും ഇല്ലാ വിഷമം അമ്മേ, നീ പോവല്ലേ അമ്മേ. തല്ലിക്കോ നോവിച്ചോ ഞാൻ വാ തുറക്കില്ല അമ്മേ, നീ പോവല്ലേ അമ്മേ. ആ അമ്മ കുരങ്ങ് ആ പിഞ്ചു കുഞ്ഞിനെ അമ്മയിൽ നിന്നും അകറ്റാൻ പല ആക്രമണങ്ങളും അവന്റെ ശരീരത്തിന് കേടുപാടുകൾ പറ്റാത്ത രീതിയിൽ അഴിച്ചുവിടാൻ കാരണം അമ്മയുടെ മരണശേഷം അമ്മയെ ഓർത്ത് ആ കുഞ്ഞ് വേദനിക്കരുതേ എന്നായിരിക്കും. അത് ഓർത്തുകൊണ്ടായിരിക്കും. ഈ വീടും ഈ മുറ്റവും അമ്മയില്ലാതെ ശൂന്യമായി. എൻ്റെ ലോകം നീയാണമ്മേ, പോവല്ലേ അമ്മേ. മൃഗങ്ങൾക്കില്ലാത്ത അങ്ങനെയാണല്ലോ കലയവഴികൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നാളുകളധികം കടന്നുപോയില്ല. ആ പിഞ്ചു കുരങ്ങിനെ കൂട്ടത്തിലുള്ള പല കുരങ്ങന്മാരും ആക്രമിക്കാൻ തുടങ്ങി, ഒറ്റപ്പെടുത്താൻ തുടങ്ങി. ഒന്ന് പൊട്ടിക്കരയാനോ വേദന പങ്കുവയ്ക്കാനോ അവൻ അവിടെ ആരുമുണ്ടായിരുന്നു. അവൻ ഒറ്റപ്പെട്ടു പോയി. സ്നേഹം കിട്ടേണ്ട അമ്മ നേരത്തെ ഈ ലോകത്തോട് വിട പറഞ്ഞു. നുറുങ്ങുന്ന വേദനകൾ നെഞ്ചിലേറ്റി ആ പഞ്ചി എന്ന പിഞ്ചു കുരങ്ങൻ വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ
ഒരു മൂലയിൽ അവശനായിരുന്നു. ഓരോ കുരങ്ങനെയും തീറ്റിപ്പോറ്റി പരിപാലിച്ചു വരുന്ന പഞ്ചി എന്ന പിഞ്ചു കുഞ്ഞ് ജനിച്ചു വളർന്ന മൃഗശാലയിലെ യജമാനൻ ആ സങ്കടകരമായ കാഴ്ച കണ്ടു. ഒരു മൃഗസ്നേഹിയായ യജമാനൻ പഞ്ചുവിൻ്റെ വേദനകൾക്ക് പരിഹാരമാക്കാൻ ഒരു കുരങ്ങിൻ്റെ രൂപമുള്ള ഒരു പാവ വാങ്ങിക്കൊടുത്തു. പിന്നീട് പഞ്ചുവിനെ ആര് കളിയാക്കിയാലും ആക്രമിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ആ കളിപ്പാട്ടത്തിൽ കെട്ടിപ്പിടിച്ച് അല്പനേരം മനന്ന് കണ്ണു നിറഞ്ഞു. അവൻ്റെ മനോവേദ മാറ്റാൻ ഒരു ക്യാപ്സൂളായി ആ കുഞ്ഞു പാവ. അമ്മയ്ക്ക് പകരമായി എനിക്ക് നൽകിയ ഒരു കുഞ്ഞു പാവയ്യെ നൽകിയ യജമാനനെ എവിടെ കണ്ടാൽ കോടിയെത്തി അവൻ്റെ കാലിൽ കയറി കെട്ടിപ്പിടിച്ച് നടക്കുമത്രേ ആ പഞ്ചു എന്ന കുഞ്ചു കുരങ്ങ്. പക്ഷെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ വിഷമങ്ങൾ തുറന്നു പറയാൻ ഒരു കളിപ്പാവ പോലുമില്ലാതെ നീറുന്ന വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്ന എത്രയോ പേരുണ്ടാകും മനുഷ്യ സമൂഹത്തിന്റെ ഉള്ളിൽ. അങ്ങേ ഉള്ള മനുഷ്യനില്ലേ ഇന്നീ ലോകത്ത്? അത് കണ്ടവരുണ്ടോ ഇന്നീ ലോകത്ത്? നിന്നിലേക്ക് നീയാ, നീ തന്നെ നോക്ക്, നീയല്ലേ അത്. അങ്ങേയുള്ള മനുഷ്യനില്ലേ ഇന്നീ ലോകത്ത്? അത് കണ്ടവരുണ്ടോ ഇന്നീ ലോകത്ത്? നിന്നിലേക്ക് നീയാ, നീ തന്നെ നോക്ക്, നീയല്ലേ അത്. പഞ്ചു എന്ന പിഞ്ചു കുരങ്ങിൻ്റെ കഥ മാനവലോകത്തിൻ്റെ ഒരു തുറന്ന പുസ്തകമാണ്. തുടരും. FR കഥാപ്രസംഗം ഇനിയും തുടരും. FR ഫൺ ബോക്സ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്കൊരു വിഷയവുമായി ഒത്തുകൂടാ എന്ന ശുഭപ്രതീക്ഷയുമായി FR തൽക്കാലം ഈ കഥ ഇവിടെ നിർത്തുക. ഇനി മുതൽ ഒത്തിരി കഥ പറയാൻ FR വരുന്നുണ്ട്. മനുജന്റെ മനസ്സിൽ ചിരി പടരാൻ FR വരുന്നുണ്ട്. അതിനായി സബ്സ്ക്രൈബ് ചെയ്തോളി. FR ഫൺ ബോക്സ്, FR ഫൺ ബോക്സ്. FR വരുന്നുണ്ട്. FR ഫൺ ബോക്സ്, FR ഫൺ ബോക്സ്. கத்த சொல்ல சிரிக்கிதான் வந்தாரு ஜோரா. FR நம்ம கெத்த காட்டுறோம், இது நம்ம ஸ்டைலு. அடிச்சு போல கட்டும் பீட்டு. FR ஷோ தான் செம்ம ஹிட்டு. ஒரு பெரிய விசில் பறக்கட்டும். FR பேரை இங்க சொல்லிக்க